നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പല ബൂത്തുകളിൽ നിന്നും അത്ര സുഖകരമായ വാർത്തകൾ വരുന്നില്ല എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. പലയിടത്തും ക്യാമറ ഘടിപ്പിച്ച കണ്ണാടി പിടികൂടിയ ഒരു വാർത്ത വരുന്നുണ്ട്. മറ്റൊരിടത്ത് ബൂത്തിലേക്ക് വന്ന വോട്ടർമാരെയും അവിടെയുള്ള ഓഫീസർമാരെയും കടന്നൽ കൂട്ടം ആക്രമിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്തനംതിട്ടയിൽ വീണ ജോർജ്, അബിൻ വർക്കി തുടങ്ങിയവരാണ് മത്സരിക്കുന്നത്. അവിടെ വീണ ജോർജിന്റെ മുഖം മാത്രം കൃത്യമായി തെളിയുന്ന തരത്തിലാണ് വോട്ടിംഗ് ബൂത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും കോൺഗ്രസ് ആണ് പരാതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വോട്ടിംഗ് മെഷീനിൽ വീണ ജോർജിന്റെ ഫോട്ടോയ്ക്ക് മാത്രമേ വ്യക്തതയുള്ളൂ എന്നാണ് പരാതി. മറ്റു സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ തെളിഞ്ഞു കാണുന്നില്ല എന്നും ആക്ഷേപം ഉയർത്തി. മല്ലപ്പുഴശ്ശേരി ബൂത്തിലാണ് ആക്ഷേപം ഉയർന്നത്. ജില്ലാ കളക്ടറെ വിളിച്ച് പരാതി അറിയിച്ചു. പരാതി പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള മണ്ഡലത്തിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 17.33% പോളിംഗ്. 2021 വലിയ ഭൂരിപക്ഷത്തിൽ ആറന്മുളയിൽ LDF വിജയിക്കുമെന്ന് സ്ഥാനാർത്ഥി വീണ ജോർജ് പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ തനിക്കെതിരെ അധിക്ഷേപങ്ങൾ ഉയരുന്നുണ്ടെന്നും ആറന്മുളയിൽ പോളിംഗ് ശതമാനം ഉയരുമെന്നും അവർ പറയുന്നു. പിറവത്തെ UDF സ്ഥാനാർത്ഥി അനൂപ് ജേക്കബിന്റെ തെരഞ്ഞെടുപ്പ് ബൂത്ത് കെട്ടിടത്തിനിടയിൽ കടന്നൽ കൂടുന്നതിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പുകൾക്കായി എത്തിച്ചേർന്ന 5 പ്രവർത്തകർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചകഴിഞ്ഞ് 2:30 സംഭവം. വോട്ടെടുപ്പ് നടക്കുന്ന ചോരപ്പുഴ ഓർത്തഡോക്സ് പള്ളിക്ക് സമീപമുള്ള തെരഞ്ഞെടുപ്പ് ബൂത്ത് കെട്ടുകയായിരുന്നു പ്രവർത്തകർ. ഇതിനിടെയാണ് കടന്നലാക്രമണം ഉണ്ടായത്. ശരീരമാസകലനം കുത്തേറ്റ മുറ്റാനിമല ജോഷി എന്നയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. പരിക്കേറ്റ ചോരക്കുഴി പുറ്റാനിമല അജീഷ്, പാലക്കാത്തട്ടത്തിൽ സൂരജ്, പുറ്റാനിമലയിൽ ജോസ്, കണ്ടത്തിൽ പുത്തൻപുരയിൽ ജോമോൻ എന്നിവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബൂത്ത് കെട്ടിടത്തിനിടയിൽ തോരണം കെട്ടി വലിച്ചപ്പോഴാണ് കടന്നൽക്കൂട് ഇളകിയത് എന്ന് പ്രദേശവാസികൾ പറയുന്നു. കൂത്താട്ടുകുളം സർക്കാർ ആശുപത്രിയിലും ദേവമാത ആശുപത്രിയിലും പ്രവേശിപ്പിച്ച 4 പേരെയും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി വിട്ടയച്ചു. സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ അനൂപ് ജേക്കബ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഉദുമയിൽ പോളിംഗ് ബൂത്തിൽ ക്യാമറയുള്ള കണ്ണട ധരിച്ചെത്തിയ UDF ചീഫ് ഇലക്ഷൻ ഏജന്റിനെതിരെ നടപടി. ഉദുമ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി K നീലകണ്ഠന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് BM ജമാലാണ് ക്യാമറ ഘടിപ്പിച്ച കണ്ണടയുമായി ബൂത്തിലെത്തിയത്. ബേക്കൽ ഇസ്ലാമിയ ALP സ്കൂളിലെ 165 നമ്പർ ബൂത്തിലാണ് സംഭവം. ജമാൽ ധരിച്ച കണ്ണടയിൽ ക്യാമറയുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ട LDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. എന്നാൽ താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് എന്നും ഇതിൽ ക്യാമറയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നുമാണ് BM ജമാലിന്റെ വിശദീകരണം. ഇതേ തുടർന്ന് പ്രിസൈഡിംഗ് ഓഫീസറും പോലീസും ഇടപെട്ട് കണ്ണട പിടിച്ചെടുക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ബൂത്തിൽ നേരിയ സംഘർഷാവസ്ഥ ഉണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട സ്ഥിതിഗതികൾ ശാന്തമാക്കി. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായതിനാൽ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ നടന്നു വരികയാണ്.